ഹായ് ഹലോ, ഹാപ്പി ഓണം. ഇന്ന് നമുക്ക് ഒരു ഡ്രസ്സ് തയ്ച്ചാലോ? ഇത് സെറ്റ് മുണ്ടിൻ്റെ മേളിലത്തെ നേരിയതാണ്. അതുകൊണ്ട് നമുക്കൊരു കഫ്താൻ തയ്ച്ച് നോക്കാം. ഞാനൊരു വലിയ സ്റ്റിച്ച് ചെയ്യുന്ന ആളൊന്നുമല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല. ആഗ്രഹം കൊണ്ട് ചെയ്ത് നോക്കിയതാണ്. സെറ്റ് മുണ്ട് നടുവേ മടക്കണം, എന്നിട്ട് പിന്നെ അത് നീളത്തിൽ മടക്കണം. ഓക്കെ, നീളത്തിൽ മടക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വരണം. ഈക്വലായിട്ട് രണ്ട് സൈഡും വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കഴുത്ത് വെട്ടുമ്പോൾ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോകും. ഓക്കെ, എന്തെങ്കിലും ഒരു ഫ്ലാറ്റായിട്ടുള്ള സർഫേസിൽ വെച്ചിട്ട് വെട്ടി നോക്കണം. ഞാൻ വീനക്കാണ് വെട്ടിയത്, ബിക്കോസ് എനിക്കതാണ് ഈസി. സാധാരണ നെക്കിന് നമ്മൾ 6 ഇഞ്ച് അല്ലെങ്കിൽ 6.5 വെക്കുന്നത്. വേറൊരു ചുരിദാറിൻ്റെ നെക്കിൻ്റെ ഡെപ്ത്ത് നോക്കിയാൽ മതി, അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ആ ഷോൾഡർ ആ മടക്കിൻ്റെ അവിടെ വെച്ചിട്ട് പതുക്കെ നെക്കിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് വലിച്ച് താഴോട്ട് പിടിച്ച് നോക്കിയാൽ നമുക്ക് എത്രമാത്രം ഡെപ്തിൽ വേണം എന്ന് നമുക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു ചോക്കും കൊണ്ട് മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 2 പ്രാവശ്യം ഞാൻ മാർക്ക് ചെയ്ത്, കാരണം താഴോട്ട് മടക്കി തയ്ക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കേണ്ടതുകൊണ്ടാണ് 2 മാർക്ക് ചെയ്തിട്ടൊരു സ്കെയില് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എൻ്റെ ഉണ്ടായിരുന്ന ഒരു സ്കെയിൽ പോലെ ഒരു സാധനം, ഫയലിൻ്റെ എഡ്ജാണത്. അതുകൊണ്ട് ഞാൻ വി വരച്ചു. ഈ വരച്ചിട്ട് സിസർ കൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ബാക്ക് സൈഡിൽ യു ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഡീപ്പായിട്ട് വരച്ച് നോക്കുന്നതേ ഉള്ളൂ രണ്ടാമത്തത്. കാരണം എനിക്ക് അത്ര എക്സ്പേർട്ടായിട്ട് തയ്യലെന്ന് അറിയത്തില്ല. ഫാഷൻ ഡിസൈനിങ് ഇഷ്ടമാണ്, ഡിസൈനിങ് ഒക്കെ ഇഷ്ടമാണ്. ബാക്ക് സൈഡ് ചെറുതായിട്ടൊരു യു എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കർവ്. ഓക്കെ, അത് നമുക്ക് ഇടാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ബാക്കിലും വി ആണെങ്കിൽ അങ്ങ് തുറന്നു പോകും. അതുകൊണ്ടാണ് ബാക്ക് ഇച്ചിരി ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കും വെട്ടിക്കഴിയുമ്പോൾ ഇരിക്കുക. എൻ്റെ സീസർ അത്ര കൊള്ളത്തില്ലായിരുന്നുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. സോ വെട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ പീസ് വേണമെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ വെക്കാം. ഞാൻ പക്ഷെ അത് വെച്ചില്ല. എൻ്റെ ഒരു ബ്ലാക്ക് കളർ പീസ് ഉണ്ടായിരുന്നു, അതാണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ മടക്കിയാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് വി ഷേപ്പ് കിട്ടും. അങ്ങനെ മടക്കി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പിന്നെ അവിടെ ഞാനൊരു ക്ലോത്തും കൂടെ വെച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെയും നമുക്ക് ആ ഫ്രണ്ടിൽ കൊടുത്താൽ തന്നെ കൊടുത്താൽ ജസ്റ്റ് ഒരു ഡിസൈനും. പിന്നെ കൈക്കുഴിയുടെ അവിടെ ആംപിറ്റ് എന്ന് പറയും, അവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ മെഷർമെൻ്റ് എടുത്ത് ചുരിദാറിന് തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റും കിട്ടും. അവിടെ വെച്ച് ജസ്റ്റ് ഒരു കർവ് മാത്രം തയ്ച്ചാൽ മതി കഫ്താൻ, അത്രേ ഉള്ളൂ. അവിടെ മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇങ്ങനെ 2 സൈഡിൽ ജസ്റ്റ് ഒരു കർവ് ലൈൻ ഇങ്ങനെ വരച്ചാൽ, അങ്ങ് താഴെ വരെ വരയ്ക്കണ്ട, നമ്മുടെ ഹിപ്പിൽ നിന്ന് കുറച്ച് താഴെ അവിടെ വരച്ചിട്ട് ഞാനിത് ജസ്റ്റ് വെച്ച് നോക്കിയാണ്. പക്ഷേ ലാസ്റ്റ് ഞാൻ ഈ ക്ലോത്ത് അല്ല തയ്ച്ചത്, ഇതൊരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് എൻ്റെ കയ്യിൽ ഇരുന്നാണ്. ഇത് പക്ഷേ ഇങ്ങനെ സ്ട്രെച്ച് ആകുന്ന കാരണം പിന്നെ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓൾഡ് ക്ലോത്ത് കിട്ടി. ഞാൻ ഓൾഡ് മീൻസ് ഞാൻ യൂസ് ചെയ്തല്ല, ഞാൻ വേറൊരു ടോപ്പ് തയ്ച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു ക്ലോത്താണ് വെച്ചത്. ഫസ്റ്റ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് നെക്കിൻ്റെ പ്ലേസിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പോലെ എന്തെങ്കിലും ഒരു പ്ലെയിനായിട്ട് കിടക്കാതെ നമുക്കൊരു പെയിൻറ്റിങ്. ഞാൻ ഫസ്റ്റ് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തു. എന്നിട്ട് എനിക്ക് ലൈറ്റ് കളേഴ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു ഓണം തീമിലാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഓണപ്പൂക്കളം പോലെ എന്ന് ഉദ്ദേശിച്ച് ബട്ടർഫ്ലൈസ് ഇഷ്ടമായതുകൊണ്ട് ബട്ടർഫ്ലൈസും കൂടെ ചേർത്താണ് പെയിൻറ്റ് ചെയ്തത്. ലൈറ്റ് കളേഴ്സാണ് എനിക്കിഷ്ടം. ഓണത്തിൻ്റെ ഒരു തീമാണിത്. ഇഷ്ടമായോ? സോ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നത്. തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ബോഡിയൊക്കെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, 2 റാ പോലെ 2 സൈഡ് തയ്ക്കുക. മുസ്തല്ല ഒരു കർവ് 2 സൈഡിൽ തയ്ക്കുക, വി പോലെ വെട്ടുക, തയ്ക്കുക, അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നേ ഇച്ചിരി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഇത് കറക്റ്റാണ്, ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ആ അളവ് വരുന്നുണ്ട്. എനിക്കിഷ്ടമായി, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ തയ്ച്ച് നോക്കിയിട്ട് പറയുമോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. നിങ്ങൾക്ക് തയ്യൽ അറിയാമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് തയ്ക്കാൻ പറ്റും. എനിക്ക് അത്ര അറിയില്ല, ബട്ട് ഞാൻ എന്നാലും ഒരാഗ്രഹം കൊണ്ട് തയ്ച്ചതാണ്. പെയിൻറ്റിങ് ഞാൻ ചെയ്യാറുള്ളതാണ് കേട്ടോ. ഇങ്ങനെയാണ് കൈ വരിക. നന്നായിട്ടുണ്ടായിരുന്നു, കൈയൊക്കെ അടിപൊളിയായിരുന്നു. സോ ബാക്ക് നല്ല ഷേപ്പായിരുന്നു.